Hello dear students. So in this section we are going to discussing about multiprocessor scheduling. So എന്താണ് multiprocessor scheduling എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം എന്താണ് മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ്. യൂണിപ്രോസസ്സർ ഷെഡ്യൂളിംഗ് നമ്മൾ പറഞ്ഞു അല്ലേ, സിസ്റ്റം വിത്ത് എ സിംഗിൾ പ്രോസസ്സർ. സോ മൾട്ടി പ്രോസസ്സർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആയിരിക്കും അല്ലേ. സോ എങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉള്ള ഒരു സിസ്റ്റത്തിൽ ഷെഡ്യൂളിംഗ് പോസിബിൾ ആക്കുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വില്യം സ്റ്റാലിങ്സിൻ്റെ PDF ബേസ് ചെയ്തിട്ടുള്ള ലെക്ചറാണത് കേട്ടോ. അതിനകത്ത് മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിനെ നമുക്ക് ബേസിക്കലി 3 ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്യാം. മൾട്ടി പ്രോസസ്സർ ഷെഡ്യൂളിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉള്ള ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജോബ്സ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്, പ്രോസസ്സുകളെ എങ്ങനെയാണ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. ഇതിനകത്ത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നമുക്ക് മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിനെ ബേസിക്കലി 3 ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, so that is first one, loosely coupled or distributed multiprocessor or clusters. Okay, first one ആണ് loosely coupled or distributed multiprocessors എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ പ്രോസസ്സറിനും അതിൻ്റേതായിട്ടുള്ള മെമ്മറിയും IO ചാനൽസും ഉണ്ടായിരിക്കും. അതായത് സെപ്പറേറ്റ് ആവുന്നത് പോലെ തന്നെ ഈവൻ ആ സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിലും അത് സെപ്പറേറ്റഡ് ആയിട്ടാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. മെമ്മറിയും സെപ്പറേറ്റ് ഉണ്ടായിരിക്കും, ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് IO ചാനൽസും ഉണ്ടായിരിക്കും. അതാണ് ലൂസ്ലി കപ്പിൾഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് മൾട്ടി പ്രോസസ്സർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സ്. ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടി പ്രോസസ്സേഴ്സ് തന്നെ ആയിരിക്കും, പക്ഷേ അവിടുത്തെ പ്രത്യേകത ഒരു ജനറൽ പർപ്പസ് പ്രോസസ്സർ ഉണ്ടായിരിക്കും. ദെൻ അതർ സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, വൺ ജനറൽ പർപ്പസ് പ്രോസസ്സർ ദാറ്റ് വിൽ ബി ആക്ട് ആസ് ദ മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നൊരു ജനറൽ പർപ്പസ് പ്രോസസ്സറും ദെൻ അതർ സ്ലേവ് പ്രോസസ്സേഴ്സും ഉണ്ടായിരിക്കും. ഈ സ്ലേവ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നതായിരിക്കും എന്ത്, സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സ് ലൈക്ക് IO പ്രോസസ്സേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സറൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. IO പ്രോസസ്സേഴ്സും പിന്നെ ഒരു ജനറൽ പർപ്പസ് മാസ്റ്ററും ഉണ്ടായിരിക്കും. അതാണ് അനദർ കാറ്റഗറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടൈറ്റ്ലി കപ്പിൾഡ് മൈക്രോ പ്രോസസ്സിംഗ് എന്ന് പറയും, മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ടൈറ്റ്ലി കപ്പിൾഡ് മൾട്ടി പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും, ബട്ട് വിൽ ഷെയർ എ കോമൺ മെയിൻ മെമ്മറി. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെയല്ല, എന്താണ്, ഒരു കോമൺ മെയിൻ മെമ്മറി ആയിരിക്കും എല്ലാ പ്രോസസ്സേഴ്സും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് ബേസിക്കലി 3 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ്. ഗ്രാനുലാരിറ്റി എന്ന് പറയുമ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ പ്രോസസ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിൻ്റെ ഫ്രീക്വൻസി ഓഫ് സിങ്ക്രണൈസേഷൻ, അതായത് എന്താണ് അതിൻ്റെ തോത്, സിങ്ക്രണൈസേഷൻ്റെ തോത് എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഒരേ ടൈമിലാണോ പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈമിങ്സ് ആണോ, സിങ്ക്രണൈസേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാനുലാരിറ്റിയെ ബേസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരലലിസം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാനുലാരിറ്റിയെ ബേസ് ചെയ്ത് അതിൻ്റെ തോത് എങ്ങനെയാണ്, ഫ്രീക്വൻസി ഓഫ് സിങ്ക്രണൈസേഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ഡിഗ്രി ഓഫ് പാരലലിസം അല്ലെങ്കിൽ എത്രയാണ് പാരലലിസത്തിൻ്റെ ലെവൽസ് എന്നുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരലലിസംസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് പാരലലിസം. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇൻഡിപെൻഡൻറ്റ് പാരലലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു എക്സ്പ്ലിസിറ്റ് സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് ഈച്ച് റെപ്രസെൻറ്റ് എ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ആപ്ലിക്കേഷൻ, ഓരോന്നും അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് ആപ്ലിക്കേഷനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു സിങ്ക്രണൈസേഷൻ ഒന്നും കോമൺ ആയിട്ട് അല്ലെങ്കിൽ എല്ലാതും ഒരേപോലെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. അതാണ് ഇൻഡിപെൻഡൻറ്റ്
പാരലലിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കോഴ്സ് ആൻഡ് വെരി കോഴ്സ് ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറയുന്നത്. സോ കോഴ്സ് ആൻഡ് വെരി കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറയുമ്പോൾ പാരലലിസം ഉണ്ട്, പക്ഷേ എന്താണ് അറ്റ് ദ ലീസ്റ്റ് ലെവലായിരിക്കും. ഓക്കെ, സിങ്ക്രണൈസേഷൻ ഉണ്ട്, പാരലലിസം അല്ല, സിങ്ക്രണൈസേഷൻ ഉണ്ട്. സിങ്ക്രണൈസേഷൻ എന്തായിരിക്കും? ലീസ്റ്റ് ലെവലായിരിക്കും. പ്രോസസ്സുകൾ തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ ഉണ്ട്, പക്ഷേ എന്തായിരിക്കും? ലീസ്റ്റ് ലെവലിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു ഗ്രോസ് ലെവലിൽ മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലീസ്റ്റ് ലെവൽ സിങ്ക്രണൈസേഷൻ പോസിബിൾ ആക്കുന്നത്? വെരി ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? സിങ്ക്രണൈസേഷൻ പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് പറയുന്നൊരു കേസാണ് മീഡിയം ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറയുന്നത്. സോ ഈ മീഡിയം ഗ്രേഡ് പാരലലിസത്തിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് പ്രോഗ്രാമർ മസ്റ്റ് സ്പെസിഫൈ ദ പൊട്ടൻഷ്യൽ പാരലലിസം ഓഫ് ആപ്ലിക്കേഷൻ. അതായത് പ്രോഗ്രാമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ആപ്ലിക്കേഷൻസ് പാരലലിസം എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ പാരലലിസം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യണം, ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് പാരലായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറയുന്നത്. ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ പാരലലിസത്തിൻ്റെ അറ്റ് ദ മോസ്റ്റ് ലെവലിലേക്ക് വരും. സിങ്ക്രണൈസേഷൻ ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി മേജർലി ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ത് വരുന്നത് എന്നുള്ള കൺസെപ്റ്റ് അഡോപ്റ്റഡ് ആവുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഗ്രാനുലാരിറ്റി. സോ ഗ്രാനുലാരിറ്റിയെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പാരലലിസംസ് സിസ്റ്റത്തിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഡിസൈൻ ഇഷ്യൂസ് ആണ്. സോ ഡിസൈൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂളിംഗ് ഓൺ എ മൾട്ടി പ്രോസസ്സർ, അതായത് നമ്മൾ മൾട്ടി പ്രോസസ്സറിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിലൊരു 3 ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഡിസ്കസ് ചെയ്തത്. അസൈൻമെൻറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ടു പ്രോസസ്സുകളെ പ്രോസസ്സേഴ്സിന് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ ദ യൂസ് ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓൺ ഇൻഡിവിജ്വൽ പ്രോസസ്സേഴ്സ്, അതായത് മൾട്ടി പ്രോഗ്രാമിംഗ് ഇൻഡിവിജ്വൽ പ്രോസസ്സേഴ്സിൽ എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്. ദെൻ ആക്ച്വൽ ഡിസ്പാച്ചിങ് ഓഫ് പ്രോസസ്സസ്, അതായത് എങ്ങനെയാണ് ഒരു പ്രോസസ്സിനെ ആക്ച്വലി ഡിസ്പാച്ച് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് റൺ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ആക്ച്വൽ റണ്ണിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇനി അസൈൻമെൻറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ടു പ്രോസസ്സേഴ്സ്. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തിനകത്ത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. സോ ഒരു നോർമലി മൾട്ടി പ്രോസസ് സിസ്റ്റത്തിൽ മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതായത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് അറ്റ് എ ടൈം റൺ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓരോ ടൈമിംഗ് എടുക്കുകയാണെങ്കിലും നമ്പർ ഓഫ് പ്രോസസ്സുകൾ ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. സോ ഏതൊക്കെ പ്രോസസ്സുകൾ ഏതൊക്കെ പ്രോസസ്സേഴ്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ അവിടെ ബേസിക്കലി 2 അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 അപ്രോച്ചസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് master slave and second one peer. Okay, so 2 approaches have been used here. First one master slave and next one peer. സോ മാസ്റ്റർ സ്ലേവ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചറും പിയറും ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ മാസ്റ്റർ സ്ലേവ് എന്ന് പറയുമ്പോൾ കീ കേർണൽ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾവേസ് റൺ ഓൺ എ പെർട്ടിക്കുലർ പ്രോസസ്സർ. ഓക്കെ, മാസ്റ്റർ സ്ലേവ് എന്ന് പറയുമ്പോൾ വൺ വിൽ ബി ദ മാസ്റ്റർ, അതേഴ്സ് വിൽ ബി ദ സ്ലേവ്സ്. ഓക്കെ, സോ ഒന്ന് മേജർ ഒ എസ് കേർണൽ ഒ എസും അതിൻ്റെ ഫങ്ഷൻസും റൺ ചെയ്യുന്ന എവിടെയായിരിക്കും? പെർട്ടിക്കുലർ ഓൺ വൺ പ്രോസസ്സർ, ദാറ്റ് ഈസ് കോൾഡ് മാസ്റ്റർ, ആൻഡ് അതർ പ്രോസസ്സേഴ്സ് മേ എക്സിക്യൂട്ട് ദ യൂസർ പ്രോഗ്രാംസ്. ബാക്കിയുള്ള പ്രോസസ്സേഴ്സ് എല്ലാം എന്ത് ചെയ്യും? യൂസർ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സോ ദാറ്റ് ഈസ് ദ മാസ്റ്റർ സ്ലേവ്. സോ ഇവിടുത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആരാ ചെയ്യുന്നുണ്ടായിരിക്കും? മാസ്റ്റർ ആയിരിക്കും. സോ മാസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഷെഡ്യൂളിംഗ് ദ ജോബ്സ്. ഓക്കെ, ഹിയർ ഇനി അടുത്തത് പറയുന്നത് പിയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേർണൽ ക്യാൻ എക്സിക്യൂട്ട് ഓൺ എനി പ്രോസസ്സർ. കേർണലിനെ എന്ത് ചെയ്യാൻ പറ്റും? ഏത് പ്രോസസ്സറിന് വേണമെങ്കിൽ കേർണൽ അല്ലെങ്കിൽ ഒ എസിൻ്റെ മേജർ ഫങ്ഷണാലിറ്റീസ് എവിടെ വേണമെങ്കിൽ ഏത് പ്രോസസ്സറിൽ വേണമെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് പ്രോസസ്സർ ഡസ് സെൽഫ് ഷെഡ്യൂളിംഗ്. ഓരോ പ്രോസസ്സറും അതിൻ്റേതായിട്ടുള്ള ജോബുകളെ അല്ലെങ്കിൽ പ്രോസസ്സുകളെ സെൽഫ് ഷെഡ്യൂൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഫ്രം ദ പൂൾ ഓഫ് അവൈലബിൾ പ്രോസസ്സ്. അറ്റ് എ ടൈം ആക്റ്റീവായിരിക്കുന്ന പ്രോസസ്സുകളുടെ ഒരു പൂൾ ഉണ്ടായിരിക്കും. ആ പൂളിനകത്ത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് റൺ ചെയ്യാൻ പോകുന്ന പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് സെൽഫ് ഷെഡ്യൂളിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് പിയർ ആർക്കിടെക്ചറിനകത്ത്. ഓക്കെ,
ഇനി അടുത്ത പറയുന്നത് ദ യൂസ് ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓൺ ഇൻഡിവിജ്വൽ പ്രോസസ്സേഴ്സ്. സോ നമുക്കറിയാം മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് വഴിയാണ് നമ്മൾ പാരലലിസം, ഓവർലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു അല്ലേ. സോ ഇൻഡിവിജ്വൽ പ്രോസസ്സേഴ്സിനകത്ത് മൾട്ടി പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? ഒരു പ്രോസസ്സർ തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് മൾട്ടി പ്രോഗ്രാമിംഗ് ഓൺ ഇൻഡിവിജ്വൽ പ്രോസസ്സർ. സോ ഇവിടെ ഹൈ കോൺഫിഗറേഷൻ സിസ്റ്റങ്ങളിലൊക്കെ തന്നെ ഹൈ സ്പീഡ് സിസ്റ്റം, സയൻറ്റിഫിക് എഞ്ചിനീയറിംഗ് ടൈപ്പ് സിസ്റ്റത്തിനകത്ത് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഗ്രാനുലാരിറ്റി അനുസരിച്ച് എന്ത് ചെയ്ത് കൊടുക്കാം? മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ പ്രോസസ്സേഴ്സിന് തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പ്രോസസ് ഡിസ്പാച്ചിങ്. പ്രോസസ് ഡിസ്പാച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇത് ആക്ച്വൽ സെലക്ഷൻ ഓഫ് എ പ്രോസസ് ടു റൺ അല്ലേ. പ്രോസസ്സിനെ എന്ത് ചെയ്യണം? റൺ ചെയ്യാൻ പോവാണ്. സോ നോർമലി ഒരുവിധം നമ്മൾ പഠിച്ചു പ്രോസസ് ഡിസ്പാച്ചിങ് ഒക്കെ ചെയ്യുന്നത് ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ പ്രോസസ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. സോ നോർമലി ഇവിടെ എന്താ ചെയ്യുന്നത്? FCFS എന്നുള്ള അൽഗോറിതം സ്ട്രാറ്റജിയാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിന് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് യൂസ് ചെയ്ത് ഷെഡ്യൂളിംഗ് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ത്രെഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഇനി ത്രെഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ദ കൺസെപ്റ്റ് ഓഫ് എക്സിക്യൂഷൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് ദ പ്രോസസ്സ് അല്ലേ. അതായത് ഒരു പ്രോസസ്സിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് അതിൻ്റെ എക്സിക്യൂഷനെ വേർതിരിക്കുന്ന ഒരു ഇതാണ് എന്ത് പറയുന്നത്? ത്രെഡ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രോഗ്രാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ത്രെഡ്സ് ആണ് അല്ലേ. സെറ്റ് ഓഫ് ത്രെഡ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്, പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രോഗ്രാമിംഗ് നമ്പർ ഓഫ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് നമുക്ക് അറിയാം. സോ ഇനി ത്രെഡ് എക്സിക്യൂഷനിൽ തന്നെ എങ്ങനെയാണ് ഈ ത്രെഡ് എക്സിക്യൂഷൻ ചെയ്യുന്നത്? ത്രെഡ് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? സോ ത്രെഡ് ഷെഡ്യൂളിങ്ങിൽ തന്നെ കുറച്ച് അപ്രോച്ചസ് പറയുന്നുണ്ട്. 4 ബേസിക് അപ്രോച്ചസ് ആണ് ത്രെഡ് ഷെഡ്യൂളിങ്ങിൽ പറയുന്നത്. ഓക്കെ, 4 ബേസിക് അപ്രോച്ചസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ്. സോ ബേസിക്കലി ത്രെഡ് ഷെഡ്യൂളിങ്ങിൻ്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത് 4 ബേസിക് അപ്രോച്ചസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് ഷെയറിംഗ്, ദെൻ ഗാങ് ഷെഡ്യൂളിംഗ്, dedicated process assignment and dynamic scheduling. സോ ഈ ലോഡ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ആക്ച്വലി നമുക്കറിയാം മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എല്ലാ ലോഡും ഒരു പെർട്ടിക്കുലർ പ്രോസസ്സറിന് വരില്ല അല്ലേ. സോ ഹിയർ എ ഗ്ലോബൽ ക്യൂ ഓഫ് റെഡി ത്രെഡ് ഈസ് മെയിൻറ്റെയിൻഡ്. ഓരോ എന്താ ചെയ്യുന്ന ഒരു ഗ്ലോബൽ ക്യൂ ഉണ്ടായിരിക്കും. റെഡി ആയിരിക്കുന്ന ത്രെഡുകളുടെ ഒരു ഗ്ലോബൽ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഓരോ പ്രോസസ്സറും എപ്പോഴാണോ ഐഡിലാവുന്നത് ആ ഐഡിലാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ത്രെഡ് ഈ ഗ്ലോബൽ ക്യൂവിൽ നിന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ലോഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ലോഡ് ഷെയറിംഗ് അല്ലെങ്കിൽ ലോഡ് ബാലൻസിങ് എന്നൊക്കെ പറയുന്നത്? എന്താണ് നോർമലി എന്താ ചെയ്യുന്നത്? ഒരു ഗ്ലോബൽ ക്യൂ ഉണ്ടായിരിക്കും. ത്രെഡുകളുടെ റൺ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ത്രെഡുകളുടെ ഗ്ലോബൽ ക്യൂ ഉണ്ടായിരിക്കും. ഗ്ലോബൽ ക്യൂ നിന്ന് പ്രോസസ്സർ എപ്പോഴാണോ ഐഡിലാവുന്ന സമയത്ത് ആ ത്രെഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗാങ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഗാങ് ഷെഡ്യൂളിങ്ങിൽ തന്നെ ഗാങ് ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എ സെറ്റ് ഓഫ് റിലേറ്റഡ് ത്രെഡ് ഈസ് ഷെഡ്യൂൾഡ്. എന്താണ്? റിലേറ്റഡ് ത്രെഡ്സിൻ്റെ ഒരു സെറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിലേക്ക് അറ്റ് എ ടൈം സെയിം ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെയാണോ റിലേറ്റഡ് ആയിട്ടുള്ള ത്രെഡ് അല്ലെങ്കിൽ ഒരു ത്രെഡിനോട് കണക്ഷൻസ് ഉള്ള അനദർ ത്രെഡ്സ് ഏതൊക്കെയാണ്, സോ അതിനെ തന്നെ സെയിം ടൈമിൽ നമ്പർ ഓഫ് പ്രോസസ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതാണ് ഗാങ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡെഡിക്കേറ്റഡ് പ്രോസസ്സർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡെഡിക്കേറ്റഡ് പ്രോസസ്സർ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോ പ്രോസസ്സറിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഒരു പ്രോഗ്രാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ പ്രോഗ്രാമിൽ എത്ര ത്രെഡ്സ് ഉണ്ടോ ആ നമ്പർ ഓഫ് ത്രെഡ്സ് എന്ത് ചെയ്യും? ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സർ തന്നെ ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രോസസ്സറിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.